വരുന്നുണ്ടല്ലോ. ഇനിയിപ്പോ എന്ത് കുണ്ടാണാവോ? എന്തൊക്കെ വർത്താനോ? സുഖം തന്നെ. എന്തിപ്പോ വന്ന്? സുഖാടാ. ഞാൻ ഇപ്പൊ വന്നതേ നമ്മളെ കുഞ്ഞുട്ടി നാളെ ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പൊ എന്റെ കാറൊന്ന് കിട്ടിയാല് അത് വെറുതെ ഇവിടെ ഇരിക്കല്ലേ. അപ്പൊ അവനെ വിളിച്ചു കൊണ്ടുവരും ചെയ്യാം. നമുക്ക് എന്താ ബുദ്ധിമുട്ടുണ്ട? അത് ബുദ്ധിമുട്ടൊന്നുമില്ല കാക്ക. അത് നാളെ വണ്ടി സർവീസിന് കൊണ്ടിട്ട് കൊടുക്കണം. സർവീസിന് കൊണ്ടിട്ട് കൊടുത്താൽ പിന്നെ വൈകിട്ടേ വണ്ടി കിട്ടുള്ളൂ. പിന്നെ അതിനൊരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. വർക്ക്ഷോപ്പിലൊന്നും കൊണ്ടുപോവാണ്ട് ഒന്ന് വർക്ക്ഷോപ്പിലൊന്നും കൊണ്ട് കാണിച്ച് അതിൻ്റെ ആ കംപ്ലൈന്റ് ഒന്ന് നോക്കാനും ഉണ്ട്. എന്നാ ശരി, ഞാൻ പോട്ടെ എന്നാല്. കാറ് ചോദിച്ചു വരാൻ പറ്റിയ ഒരു സമയം, അല്ലെങ്കിൽ മൂപ്പർക്ക് വേറെ ഒരു വണ്ടി വിളിച്ചാണ്ട് പോയിട്ട് തുടങ്ങാൻ പോലെ പോയി. ഒന്നുമില്ല, ഞാനേ വണ്ടി കാത്തിക്കുക. വണ്ടി നിങ്ങൾ അന്തർപ്പാടിന്റെ അടുത്തില്ല? അന്തർപ്പാടിന്റെ അടുത്തൊക്കെ വണ്ടിണ്ട്, അത് ശരിയാവില്ല. അതെന്താ നാസറാക്ക, വണ്ടികൾ ചോദിച്ചിട്ട് അവർ തന്നില്ല നിങ്ങൾക്ക്? അതൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഇപ്പൊ പറയാതിരിക്കണം ഏറ്റവും നല്ലത്. ആ യാക്കൂബേ, നാസറാക്ക് വണ്ടി എടുക്കാൻ ഇപ്പൊ എന്തായാലും ബുദ്ധിമുട്ടുള്ളത്? വണ്ടി എടുക്കാനേ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, വണ്ടി എടുത്തിട്ട് കാര്യമില്ല. വണ്ടി ഇപ്പോൾ നമ്മൾ എടുത്താൽ തന്നെ ആരാൻ്റെ മിറ്റത്ത് കൊണ്ടുവരണ്ടേ, അവനാൻ്റെ പേരിലേക്ക് വണ്ടിയൊന്നും കൂടുതലല്ല. വണ്ടി നിർത്താനുള്ള സ്ഥലം നിങ്ങൾ അനിയനോട് ചോദിച്ചാൽ കുറച്ച് സ്ഥലം അനിയന് തരില്ല നിങ്ങൾക്ക്? എൻ്റെ പേരിക്കേ ഒരു വണ്ടി കയറാനും അതിനകത്ത സ്ഥലമൊന്നും വേണ്ട, ഒരു 4 അടി വഴി മതി. അതിനിപ്പോൾ ഞാൻ അവരോട് പൈസയും തരാമെന്ന് പറഞ്ഞ്, പോരാത്തിനെ മതിൽ കെട്ടിയിട്ട് നല്ലപോലെ തേച്ചും തരാമെന്ന് പറഞ്ഞു. അവർക്കിപ്പോൾ നമ്മളെ പേരേക്ക് വണ്ടി കയറ്റുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള മാതിരി തോന്നുന്നുണ്ട്. അത് അങ്ങനെയൊക്കെ ഉണ്ടാവോ നാസറാക്ക? അവർ സമൂഹത്തിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ നടക്കുന്ന ആളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. വെള്ളിയൊക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരെ, പിന്നെ പള്ളി കമ്മിറ്റിയിലെ ഒരു അംഗമാണ്. പള്ളി കമ്മിറ്റിൻ്റെ ആളായിട്ടോ വെള്ളിയിട്ട് നടന്നിട്ടൊന്നും കാര്യമില്ല. പടച്ചോ നോക്കലേ അവൻ്റെ ഹൃദയത്തിലേക്കാണ്.